ക്ഷീണിതനായി വീട്ടിലേക്ക് വരുന്ന നീ സുന്ദരിയായ നിന്റെ ഭാര്യയെ കാണുമ്പോൾ നിന്റെ മനസ്സിന് ചാഞ്ചാട്ടം സംഭവിക്കില്ലെന്ന് നിനക്കുറപ്പുണ്ടോ? ഈ സമയം ഗിരി ഇങ്ങനെ മഞ്ജുവിൻ്റെ കൂടെ റൂമിൽ കിടന്ന കാര്യവും കുളി കഴിഞ്ഞ് വന്ന മഞ്ജുവിൻ്റെ ആ ഒരു മുഖവും അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരുവാണ് കേട്ടോ ഗിരീൻ്റെ. അതൊക്കെ ഓർത്ത് ഗിരി ഇരിക്കുമായിരിക്കും. അന്നേരം മുകുന്ദൻ പറയണേ, എന്തേ അങ്ങനെ സംഭവിച്ചൂടെ? അന്നേരം ഗിരി തലതാഴ്ത്തിക്കൊണ്ട് പറയണേ, സംഭവിക്കാം. അതാ ഞാൻ പറഞ്ഞത്, നിന്റെ കുടി നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിലേ നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. നീ പറഞ്ഞത് ശരിയാ, ഞാൻ കുടി നിർത്താം. അതേക്കുമ്പോൾ മുകുന്ദന് സന്തോഷമാകുവാണ്. ഈ സമയം അകത്തുനിന്ന് ഗൗരിയമ്മ ചോദിക്കണേ, എടാ ആരാടാ, ഗിരിയാണോ വന്നിരിക്കുന്നത്? അന്നേരം ഗിരി പതിയെ പറയണേ, ഈശ്വര, നിന്റെ അമ്മ ഉണ്ടായിരുന്നു ഇവിടെ? അതേടാ, ഇന്ന് ഷൂട്ട് നേരത്തെ കഴിഞ്ഞ അമ്മ വന്നു. അല്ല, നിനക്കെന്തു പറ്റി? അന്നേരം ഗിരി പറയണേ, അത് പിന്നെ എൻ്റെ കല്യാണക്കാര്യം നിൻ്റെ അമ്മയോട് പറഞ്ഞില്ലല്ലോ, എല്ലാം പെട്ടെന്നായിരുന്നില്ലേ. അതിൻ്റെ പിണക്കത്തിലാണ് നിൻ്റെ അമ്മ എന്നെ കണ്ട മുട്ടുകാൽ വെട്ടുമെന്നാണ് പറഞ്ഞത്. ആണോ? അങ്ങനെയാണോ? അത് ശരി. അമ്മേ, ഗിരി ഇവിടെ വന്നിട്ടുണ്ട്. ഈ സമയം ഡോറ് തുറന്ന് അമ്മ പുറത്തേക്ക് വരുമായിരിക്കും. അങ്ങനെ അമ്മയെ കാണുന്നതും ഗിരി ജീവനും കൊണ്ട് ഓടിപ്പോകുവാണ് അവിടെ നിന്ന്. ചേട്ടാ, അവൻ പോയോ? അവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ രണ്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ. നിന്റെ അല്ലേ കൂട്ടുകാരൻ? അത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് മുകുന്ദൻ. പിന്നീട് കാണിക്കുന്നത് ഗിരിയുടെ വീടാണ്. അങ്ങനെ ഗിരി അങ്ങനെ വീട്ടിലെത്തി വാഷ്റൂമിലെത്തിയിട്ട് ഗിരിയുടെ കയ്യിലുള്ള മദ്യക്കുപ്പിയിൽ നിന്നൊക്കെ മദ്യം ഒഴിച്ചു കളയുവാണ്. ഈ കാഴ്ച കൊണ്ട് അങ്ങോട്ടേക്ക് വരുമായിരിക്കും മഞ്ജു. ഇത് കണ്ട് മഞ്ജു ആണെങ്കിൽ അങ്ങ് അത്ഭുതപ്പെട്ട് നിൽക്കുക. അങ്ങനെ മഞ്ജു ചോദിക്കണേ, ഇതെന്താ ഈ ഒഴിച്ചു കളയുന്നത്? അന്നേരം ഗിരി പറയുക, ഞാൻ കുടി നിർത്തി. ഗിരിയുടെ വാക്കുകൾ കേൾക്കുന്നതും മഞ്ജുവിന് സന്തോഷമാകുവാണ്. സത്യമാണ് ഈ പറയുന്നത്, എനിക്കൊത്തിരി സന്തോഷമായി. അന്നേരം ഗിരി പറയണേ, അതെ, ഞാൻ നിനക്ക് വേണ്ടിയിട്ടൊന്നുമല്ല കൂടി നിർത്തിയത്. ബോധമുള്ളപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഒരബദ്ധം പറ്റില്ല. ഇനി അബോധാവസ്ഥയിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയാലോ? അത് കാരണം തൽക്കാലം ഞാൻ കൂടി നിർത്തിയത്. അതേക്കുമ്പോൾ മഞ്ജു ചോദിക്കണേ, അബദ്ധോ? എന്തബദ്ധം? എന്താ ഗിരിയേട്ടൻ ഉദ്ദേശിക്കുന്നത്? അയ്യോടി, നിനക്കൊന്നും മനസ്സിലായില്ലല്ലേ, ദേ ചുമ്മാ അഭിനയിക്കല്ലേ. അന്നേരം മഞ്ജു പറയണേ, സത്യമായിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല ഗിരിയേട്ടാ. ഗിരിയേട്ടൻ എന്താണെന്ന് പറഞ്ഞതാ? പിന്നെ എനിക്കൊന്നും പറയാൻ വയ്യ. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്ത് കാണിച്ചാലും മതി. അദ്ദേഹം ഗിരിയുടെ മുഖമൊക്കെ അങ്ങ് മാറണേ. അയ്യേ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനേ അത്രക്കാരനൊന്നും അല്ല. അങ്ങനെ പറഞ്ഞ് ഗിരി അവിടെ നിന്ന് പോകുവാണ് കേട്ടോ. ഈ സമയം മഞ്ജു വീണ്ടും ആലോചിക്കണേ, ചേട്ടാ, ഗിരിയേട്ടൻ എന്തായിരിക്കും ഉദ്ദേശിച്ചത്? എന്താണെങ്കിലും കുഴപ്പമില്ല, കൂട്ടി നിർത്തിയല്ലോ, സമാധാനമായി. അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുവാണ് മഞ്ജു. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ പല്ല് തേച്ചുകൊണ്ടിരിക്കുന്ന ഗിരീനെയാണ്. അങ്ങനെ ഗിരി അവിടെ നടന്ന് പല്ല് തേക്കുമ്പോഴായിരിക്കും അഴയിൽ വിരിച്ചിട്ടിരിക്കുന്ന മഞ്ജുവിൻ്റെ പോലീസ് ഡ്രസ്സ് കാണുന്നത്. അത് കാണുന്നതും ഗിരിക്ക് അങ്ങ് ദേഷ്യം വരുവാണ്. അതിൻ്റെ മേത്തേക്ക് തുപ്പാൻ വേണ്ടി വരുമായിരിക്കും ഗിരി. പിന്നെ വേണ്ടാന്ന് വെച്ച് താഴത്ത് തന്നെ തുപ്പുവാണ്. ഈ സമയത്തായിരിക്കും അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്ന ഭാനുമതിയമ്മയും സ്വപ്നയും അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ആ പോലീസ് യൂണിഫോം കാണുന്നത്. അതുകൊണ്ട് അവർ കലി പൂണ്ട് നിൽക്കുമായിരിക്കും. ഇതേ സമയത്ത് തന്നെ തേങ്ങയ്ക്കിടാൻ വന്ന ആൾ അതൊക്കെ ഇട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഈ പോലീസ് യൂണിഫോം കണ്ട് അതിൽ നോക്കിയിട്ട് ഗിരീനെയും ഭാനുമതിയമ്മയും നോക്കി കളിയാക്കി ചിരിക്കുവാണ്. അങ്ങനെ അയാളെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുവാണ്. അതുകൊണ്ട് കലിമൂത്ത് കയറി വരുമായിരിക്കും ഭാനുമതിയമ്മ. ആ സമയത്തായിരിക്കും മഞ്ജും അങ്ങോട്ടേക്ക് വരുന്നത്. ഡി, നീ എന്താടി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഈ വക വൃത്തികെട്ട സാധനങ്ങളൊന്നും എൻ്റെ വീടിനെ മുറ്റത്തിരുന്നത് എനിക്കിഷ്ടമല്ല. നീ എന്താ നാട്ടുകാർക്ക് മുമ്പിൽ ഞങ്ങളെ കോമാളികളാക്കാനാണോ ശ്രമിക്കുന്നത്? അയ്യോ അമ്മേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് പുറത്തു കൊണ്ടേ വിരിച്ചിട്ടോളാം, ഇനി ഇവിടെ ഇടില്ല. അന്നേരം ഭാനുമതി പറയണേ, എന്നിട്ട് എന്തിനാ അപ്പുറത്തെ വീട്ടുകാരെയും കൂടി കാണിക്കാനോ? അമ്മേ, പിന്നെ ഞാൻ എവിടെ ഇടേണ്ടത്? ആ സമയം ഭാനുമതി പറയണേ, ഇതൊക്കെ നിന്റെ റൂമിലിട്ടാൽ മതി, അവിടെ ഇട്ട് ഉണക്കിയാൽ മതി. ഇനി മേലെ ഈ വക സാധനങ്ങൾ ഇവിടെ പുറത്ത് കിടക്കുന്നത് കണ്ട ഞാനിത് വലിച്ചുകൂട്ടി കത്തിച്ച് കളയും. അന്നേരം മഞ്ജു പറയണേ, അയ്യോ അമ്മേ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഞാനിതൊക്കെ മുറിയിൽ കൊണ്ടേ ഉണക്കിക്കോളാം. അത് കേൾക്കുമ്പോൾ സ്വപ്നം പറയണേ, കണ്ടില്ലേ അമ്മേ, ഇവള് പേടിച്ചു പോയി. പോലീസ് യൂണിഫോം പോയി കഴിഞ്ഞാൽ ഇവൾക്ക് പ്രശ്നമാകുമല്ലോ. അന്നേരം മഞ്ജു പറയണേ, എനിക്ക് പ്രശ്നമൊന്നും ആയില്ല, പ്രശ്നം അമ്മക്കാണ്. പോലീസ് യൂണിഫോം കത്തിച്ചു കളയുകയോ ഏതെങ്കിലും തരത്തിൽ കേടുപാട് പറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്ത ആൾക്ക് വലിയ ശിക്ഷ തന്നെ കിട്ടും, അകത്ത് കിടക്കേണ്ടി വരും. അത് കേൾക്കുമ്പോൾ ഭാനുമതി ഒന്ന് വരണ്ടു പോകുവാണ്. ഈ സമയം ഗിരിയും അതൊക്കെ കേട്ടിട്ട്, എൻ്റെ അമ്മോ, ഇത്ര വലിയ സംഭവമായിരുന്നോ എന്നുള്ള മട്ടിൽ നിൽക്കുവാണ് കേട്ടോ. ഈ സമയം ഭാനുമതി കൂടുതലൊന്നും പറയാതെ അകത്തേക്ക് കയറി പോകുവാണ്. അങ്ങനെ മഞ്ജു വന്ന് ആ യൂണിഫോമൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവാണ് കേട്ടോ. ഇതേ സമയം ഗിരി പറയുക, ഭാഗ്യമായി, ദേഷ്യം വന്നാൽ അതിലൊന്നും തുപ്പാഞ്ഞത്, തുപ്പിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ അകത്ത് കിടക്കേണ്ടി വന്നാനെ. എന്നാലും ഈ പോലീസ് യൂണിഫോമിനൊക്കെ ഇത്രയും പവർ ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് മഞ്ജുവിൻ്റെ വീടാണ്. അങ്ങനെ മഹേഷ് ഫോണിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം മഹിമയും അമ്മാവനും കൂടി അങ്ങോട്ടേക്ക് വരുക. അമ്മാവൻ ചോദിക്കണേ, എടാ
ഇവൾക്ക് കോച്ചിങ് സെൻറ്ററിൽ ഫീസ് കെട്ടേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാ, നീ അത് കൊടുത്തില്ലേ? നേരം മഹേഷ് പറഞ്ഞേ, അത് ഞാൻ കൊടുത്തോളാം. അപ്പോൾ മഹിമ പറയണേ, എപ്പോഴാ? നാളെയാ ലാസ്റ്റ് ഡേറ്റ്, നാളെ തന്നെ കൊടുക്കണം. ചേച്ചി നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്ന പണം ഇവിടെ, നീ അതുകൊണ്ട് എന്താ ചെയ്തത്? അന്നേരം മഹേഷ് പറയണേ, നീ കൂടുതൽ എൻ്റെ നേരെ ഉത്തരവാദിത്വം വരാൻ നിൽക്കണ്ട, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, സൗകര്യമുള്ളപ്പോൾ ഞാൻ നിനക്ക് പണം തരും. അത് കേൾക്കുന്നത് മഹിമ പറയണേ, നീ ഇങ്ങനെ ചെയ്യുള്ളെന്ന് എനിക്കറിയാം. ഇപ്പം നമ്മുടെ അച്ഛൻ വിഷമിക്കുന്നുണ്ടാവും, അച്ഛന് പറ്റിയ ഏറ്റവും വലിയ തെറ്റാ നീ. അത് കേൾക്കുന്നതും ദേഷ്യം വരുന്ന മഹേഷ് മഹിമയുടെ കരണത്തിൽ അടിക്കുവാണ്, എന്നിട്ട് കഴുത്തിൽ ഞെക്കി പിടിക്കുവാണ് കേട്ടോ. ഇത് കാണുന്ന അമ്മാവൻ മഹേഷിനെ പിടിച്ച് മാറ്റുന്നുണ്ട്. ഈ സമയം മഹേഷ് പറയണേ, ഡേ, നിന്നോട് കുറേ നാളായി ഞാൻ പറയുന്നു, ഇത് കുറേ നാളായി നിനക്ക് വേണ്ടി ഓങ്ങി വെച്ചിരിക്കുന്നതാ. ഇപ്പം ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതേ മഞ്ജുവല്ല, ഞാനാ. ഇനി ഇതുപോലെ എന്നെ ചൊറിഞ്ഞുകൊണ്ട് നീ എന്തെങ്കിലും പറഞ്ഞാ ഇതൊരു സാമ്പിൾ മാത്രമോ, ഇതിനപ്പുറമായിരിക്കും ഇനി സംഭവിക്കാനിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിൽ മഹേഷ് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം അമ്മാവൻ പറയണേ, മോളെ, ഇത് നീ കാത്തു നിൽക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മഞ്ജുവിനെ വിളിച്ചറിയിക്ക്, അവള് എന്താന്ന് വെച്ച് ചെയ്തോളും. അത് കേട്ട് സങ്കടത്തോടെ നിൽക്കുവാണ് മഹിമ. പിന്നീട് കാണിക്കുന്നത് ഭാനുമതിനെയാണ്. ഈ സമയം സ്വപ്നയാണെങ്കിൽ ഭാനുമതിനെ എരിവിരി പറ്റിക്കൊണ്ടിരിക്കാം. അമ്മേ, പോലീസ് യൂണിഫോം കത്തിച്ച ജയിലിടുമെന്ന് അവൾ പറഞ്ഞത് കേട്ട് അമ്മ വരണ്ടു പോയല്ലേ? വരണ്ടു പോയിന്നോ? നീ എന്തൊക്കെയാടി പറയുന്നത്? എനിക്ക് ആ സമയം അവളുടെ കരണത്തിട്ടൊന്ന് പൊട്ടിക്കാനാണ് തോന്നിയത്. എന്നിട്ട് എൻ്റെ അമ്മ പൊട്ടിക്കാഞ്ഞത്? പോലീസ് യൂണിഫോമിനെ എന്തെങ്കിലും പറ്റിയാൽ ജയിലിൽ കിടക്കും, അങ്ങനെയുള്ളപ്പോഴാണ് ഒരു പോലീസുകാരിയെ തൊട്ടാലും. ചേട്ടാ, ഇതിപ്പോൾ അവൾ പോലീസായി പോയത് വലിയ കഷ്ടമല്ലോ. അന്നേരം സ്വപ്ന പറയണേ, അവൾ പോലീസുകാരിയായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് അവളൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, അവൾക്ക് എങ്ങനെയെങ്കിലും ഈ കുടുംബത്തിലൊരു അംഗമായാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അമ്മ അത് അംഗീകരിക്കണം. സ്വപ്ന, നീ ഇതെന്തൊക്കെയാണ് പറയുന്നത്? അമ്മേ, ഞാൻ പറയുന്നത് മുഴുവനൊന്ന് കേൾക്കും. അമ്മ അവളോട് പോലീസ് ജോലി രാജിവെക്കാൻ പറയണം. അങ്ങനെ രാജിവെച്ച് കഴിഞ്ഞാൽ അവൾ ഈ വീടിൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കാമെന്ന് പറയണം. അവൾ അങ്ങനെ ജോലിയൊന്നും രാജിവെക്കില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ സമയം സ്വപ്നം പറയണേ, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഗിരിയേട്ടനോട് പറയാം. അമ്മ ഒരു കാര്യം പറഞ്ഞിട്ട് അവൾ അമ്മയുടെ വാക്ക് ധിക്കരിച്ചു എന്ന് ഗിരിയേട്ടനോട് പറയാം. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവൾ ഒഴിവാക്കണമെന്ന് ഗിരിയേട്ടനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാം. അത് കേൾക്കുമ്പോൾ ഭാനുമതിക്ക് അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുക. കൊള്ളാലോടി, നീ എൻ്റെ മോള് തന്നെ, ഈ ബുദ്ധി നിനക്ക് പഠിക്കുന്ന കാര്യത്തിൽ കാണിച്ചൂടെ? ഈ സമയം സ്വപ്ന പറയണേ, അമ്മ ഇവിടെ നിൽക്ക്, ഞാൻ പോയി അവൾ എന്തെടുക്കുവാൻ നോക്കിയിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് സ്വപ്ന റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും മഞ്ജു താഴേക്ക് വരുന്നത് കാണുന്നത്. അത് കാണുമ്പോൾ സ്വപ്ന ഭാനുമതിയോട് ഓടി വന്ന് പറയണേ, ദേ, അവൾ താഴത്തേക്ക് വരുന്നുണ്ട്. മഞ്ജു അങ്ങനെ താഴത്തേക്ക് വന്നിട്ട് ഭാനുമതിയുടെ അമ്മയോട് പറയണേ, അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ നിനക്ക് പറയാനുള്ളത്? അന്നേരം മഞ്ജു പറയണേ, അത് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഓർമ്മ വെച്ച എൻ്റെ യൂണിഫോമൊക്കെ ഇവിടെ മുറ്റത്ത് കൊണ്ടുവന്ന് വിരിച്ചിട്ടത്. അത് കാരണം അമ്മയ്ക്കും ഗിരിയേട്ടനൊക്കെ വിഷമമായെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കണേ. ഇനി അങ്ങനെയൊന്നും എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. അന്നേരം ഭാനുമതി പറയണേ, ഇനി ചിലപ്പോൾ ഇതിലും വലുതായിരിക്കും നീ കാണിക്കാൻ പോകുന്നത്. എന്നെ എൻ്റെ കുടുംബത്തെ നാണം കെടുത്താൻ കച്ച വിട്ട് ഇറങ്ങിയിരിക്കുകയല്ലേ നീ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ലമ്മേ. അമ്മ എന്നെ ഈ കുടുംബത്തിലെ അംഗമായിട്ട് കാണാത്തത് കൊണ്ടാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതെൻ്റെ സ്വന്തം വീട് പോലെ തന്നെയാണ്. എൻ്റെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചു പോയതാ. എൻ്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ ഗിരിയേട്ടൻ്റെ അമ്മയെ കാണുന്നത്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് നിൻ്റെ സ്വന്തം അമ്മയുടെ സ്ഥാനം തരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതൊന്നും നീ ധിക്കരിക്കില്ല. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നീ അനുസരിക്കുമോ? അനുസരിക്കാം അമ്മേ. അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെ ഈ കുടുംബത്തിലെ ഒരംഗമായിട്ട് അമ്മ കാണണം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ ജോലി രാജിവെക്കണം. എന്താ, നിനക്കതിന് പറ്റുമോ? അമ്മേ, ഇപ്പോഴും മഹേഷിൻ്റെ മഹിമയുടെയൊക്കെ പഠിത്തം നടക്കുന്നത് എൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ജോലി രാജിവെക്കുക? അന്നേരം ഭാനുമതി പറയണേ, അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല. നീ ഇപ്പം താമസിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലാണ്. അപ്പോൾ നീ ഈ വീട്ടിലുള്ളവരുടെ തീരുമാനങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്. അല്ല, നിനക്കതിനേക്കാളും വലുത് നിൻ്റെ കുടുംബക്കാർ തന്നെയാണെങ്കിൽ എൻ്റെ വാക്കിന് നീ പുല്ലുവില കൽപ്പിച്ചു എന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തെ തരം താഴ്ത്തുന്ന ഒരു പെണ്ണിനെ ഞങ്ങൾ വേണ്ടാന്ന് വെക്കും. ഒന്നെങ്കിൽ നീ ജോലി രാജിവെക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഗിരിയോട് നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ എനിക്ക് ആവശ്യപ്പെടേണ്ടി വരും. അങ്ങനെ ഭാനുമതിയുടെ ആ വാക്കുകൾ കേൾക്കുന്ന മഞ്ജു ആകെ അങ്ങ് ഷോക്കായി പോകുവാണ്. ഒന്നും മിണ്ടാതെ മഞ്ജു മുകളിലേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം സ്വപ്ന പറയണേ, അമ്മേ, സൂപ്പർ, പൊളിച്ചടുക്കി. അവർ രണ്ടാളും സന്തോഷിച്ച് നിൽക്കുവാണ്. ഈ സമയം റൂമിലെത്തുന്ന മഞ്ജു അച്ഛൻ്റെ ആ ഒരു ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്ത് സങ്കടപ്പെടുവാണ്. പിന്നീട് ആ പോലീസ് യൂണിഫോമിൽ കൈകൾ കൊണ്ട് തലോടുവാണ് കേട്ടോ. പെട്ടെന്നായിരിക്കും മഹിമയുടെ കോള് വരുന്നത്. അങ്ങനെ മഞ്ജു ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് പൊട്ടിക്കരയുവാണ്. ഈ സമയം ഫോൺ സ്പീക്കർ മോഡിലായിരിക്കും. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മഞ്ജുവിൻ്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ മഹിമയും അമ്മാവനും ടെൻഷനാകുക. എന്ത് പറ്റി ചേച്ചി? ചേച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നത്? അന്നേരം മഞ്ജു പറയണേ,
മോളെ, നമ്മുടെ അച്ഛൻ വിചാരിച്ചതുപോലെ എനിക്കൊരിക്കലും ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി അങ്ങനെയൊന്നും വിഷമിക്കല്ലേ. ചേച്ചി ആ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ചേച്ചിക്ക് ധൈര്യമൊക്കെ താനെ വന്നോളും. ഈ സമയം ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് മഹേഷ് അങ്ങോട്ടേക്ക് വരുക. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, ഇല്ല മോളെ, ഇന്നിവിടെ ഗിരിയേട്ടൻ്റെ അമ്മ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു. എൻ്റെ പോലീസ് ജോലി രാജിവെക്കണമെന്ന്. ഞാൻ എന്ത് തീരുമാനം എടുക്കാനാ മോളെ? ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഗിരിയേട്ടനെ കൊണ്ട് എന്നെ ഡൈവോഴ്സ് ചെയ്യിപ്പിക്കുമെന്നാണ് അമ്മ പറയുന്നത്. അന്നേരം അമ്മാവൻ പറയണേ, അയ്യോ മോളെ, നീ വിഷമിക്കാതിരിക്കുക. ഞങ്ങൾ വൈകിട്ട് അങ്ങോട്ടേക്ക് വരാം. ഞങ്ങൾ വന്ന് അവരോട് സംസാരിക്കാം. മഹിമയെ മഞ്ജുവിനെ ആശ്വസിപ്പിക്കുവാണ്. ഈ സമയം മഹേഷ് ഫോൺ തട്ടിപ്പറിച്ചിട്ട് പറയണേ, എടി മഞ്ജു, നീ ഇവർ പറയുന്നൊന്നും കേട്ട് ഒരു തീരുമാനം എടുക്കല്ലേ. നീയേ ആ ഗിരീൻ്റെ ഭാര്യയാണ്. അവർക്കാണെങ്കിൽ പോലീസരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതുകൊണ്ട് നീ അവർ പറയുന്നത് പോലെ ഈ ജോലി രാജിവെക്ക്. ഗിരി ആവശ്യത്തിനധികം സമ്പാദിക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാ നിനക്ക് ഈ പോലീസ് ജോലി? അവർ പറയുന്നത് അനുസരിച്ച് നിന്നാൽ നിനക്ക് കൊള്ളാം. ഇനി അവരോട് വഴക്കിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്നാണ് നീ വിചാരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് തിരികെ കയറ്റില്ല. അതോർത്താ കൊള്ളാം. അങ്ങനെ പറഞ്ഞ് ഫോൺ അവർക്ക് കൊടുത്തിട്ട് മഹേഷ് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം മഹിമ മഞ്ജുവിനെ ആശ്വസിപ്പിക്കണേ, ചേച്ചി, മഹേഷ് പറയുന്നതെന്ന് ചേച്ചി കാര്യമൊക്കണ്ട. ഞങ്ങൾ വൈകിട്ട് വരാം. അന്നേരം മഞ്ജു വരണേ, വേണ്ട, നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നത്തിന് കാരണമാകുള്ളൂ. അന്നേരം അമ്മ പറയണേ, ഏയ് അങ്ങനെയൊന്നും ഇല്ല മോളെ, ഞങ്ങൾ വന്ന് സംസാരിക്കാം. ഈ സമയം മഞ്ജു ഒന്നും മിണ്ടാതെ ഫോൺ കട്ടാക്കുവാണ്. മഹിമ വീണ്ടും മഞ്ജുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുക. അന്നേരം സ്വിച്ച് ഓഫ് എന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ അവരാണെങ്കിൽ വീണ്ടും ടെൻഷനാകുവാണ്. അമ്മാവൻ പറയുക, ശേ, നമ്മൾ ഇവിടുത്തെ ഒരു പ്രശ്നം അങ്ങോട്ട് പറയാൻ പോയപ്പോൾ അവിടെ അതിലും വലിയ പ്രശ്നങ്ങളാണല്ലോ സംഭവിക്കുന്നത്. ഈശ്വര, ഇനി എന്തു ചെയ്യും? പിന്നീട് കാണിക്കുന്നത് വൈകിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാനുമതിനെയും സ്വപ്നേനെയുമാണ്. സ്വപ്ന പറയണേ, അവൾ എന്താണെങ്കിലും ഒരിക്കലും ജോലി രാജിവെക്കില്ല. അതുകൊണ്ട് തന്നെ ഗിരിയേട്ടൻ വരുമ്പോൾ അമ്മയുടെ വാക്ക് ധിക്കരിച്ച ആ മഞ്ജുവിൻ്റെ കാര്യം നമ്മൾ കൈയോടെ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് കൈയോടെ ഡിവോഴ്സ് നോട്ടീസ് അയപ്പിക്കണം. അത് കേൾക്കുമ്പോൾ ഭാനുമതി പറയണേ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ആദ്യം അവളിൽ കുറച്ചും കൂടി സമ്മർദ്ദം ചെലുത്തി നോക്കാം. അവൾ ജോലി രാജിവെക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാലും അമ്മേ, അവൾ ജോലി രാജിവെച്ച് കഴിഞ്ഞാലും അവൾ SI മാധവൻ്റെ മോളല്ലാതായി മാറില്ലല്ലോ. അവളുടെ ഉള്ളിൽ നമ്മുടെ കുടുംബത്തോടുള്ള പക അപ്പോഴും മനസ്സിലുണ്ടാവും. അതുകൊണ്ട് അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. എന്നാലേ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂ. ഈ സമയത്ത് തന്നെ മഞ്ജു തൻ്റെ തീരുമാനം അറിയിക്കാനായിട്ട് അവരുടെ അരികിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ മഞ്ജു അവരുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്